ഹലോ ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജംഗ്ഷൻ തിയറി എന്നുള്ള ടോപ്പിക്കാണ്. സോ നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സൊക്കെ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഡയോഡ് നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഒരു ഡയോഡിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് എന്തറിയണം, ഈ ജംഗ്ഷൻ തിയറി അറിയണം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മൾ കുറേ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഒക്കെ ജനറൽ പ്രിൻസിപ്പിൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഒരു പി എൻ ജംഗ്ഷൻ എങ്ങനെ ഫോം ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, പി എൻ ജംഗ്ഷൻ വിത്ത് നോ എക്സ്റ്റേണൽ വോൾട്ടേജ്. അപ്പോൾ ഒരു വോൾട്ടേജും അപ്ലൈ ചെയ്യാതെ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ആക്ച്വലി ജോയിൻ ചെയ്താൽ എന്ത് പ്രോസസ്സ് നടക്കും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അവിടെ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ഹോൾസ് ഉണ്ടായിരിക്കും, മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, അതുപോലെ ഇമ്മൊബൈൽ നെഗറ്റീവ് അയോൺസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഇമ്മൊബൈൽ നെഗറ്റീവ് അയോൺ ഫിഗറിൽ കാണാം അല്ലേ. ഇതാണ് ഇമ്മൊബൈൽ നെഗറ്റീവ് അയോൺ, ഇതാണ് ആക്ച്വലി ഹോൾസ്, ഈ ബ്ലാക്ക് ഡോട്ട് കാണുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇതുപോലെ തന്നെ നമ്മളൊരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും, മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആയിരിക്കും. ഇതുപോലെ തന്നെ ഇമ്മൊബൈൽ പോസിറ്റീവ് അയോൺ എന്തിലുണ്ടാവും, ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഒരു ബേസിക് സ്ട്രക്ചർ നമ്മൾ ആക്ച്വലി കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എന്ത് നടക്കും, എന്ത് പ്രോസസ്സ് നടക്കും, അതാണ് നമുക്ക് ജംഗ്ഷൻ തിയറിയിൽ പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ വളരെ ഫെമിലിയർ ആണ്, നമുക്ക് ഡയോഡ് എന്നുള്ള ഡിവൈസ് വളരെ ഫെമിലിയർ ആണ്. ഈ ഡയോഡിൻ്റെ പ്രിൻസിപ്പിൾ ആക്ച്വലി ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് എന്തുകൊണ്ടാണ് ഇതിനെ പറയുന്നത്, കാരണം ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറാണ് അതിൻ്റെ മേജർ മെറ്റീരിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ തിയറി നോക്കാം. സോ when a p-type semiconductor is joined to an n-type semiconductor, p-n junction is formed. When a p-n junction is formed, holes from the p region diffuse into n region and combine with electrons in the n region, creating positive ions in the n region. Similarly, electrons from the n region diffuse into p region and combine with holes in the p region, creating negative ion on the n region. അപ്പോൾ ഇതിലേക്ക് ചെറിയൊരു പവർ കിട്ടിക്കഴിഞ്ഞാൽ, ചെറിയൊരു സപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് എന്താ, പിയും എന്നും ആണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ പി ടൈപ്പിലുള്ള ഹോൾസും എൻ ടൈപ്പിലുള്ള ഇലക്ട്രോൺസും മ്യൂച്വലി കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്ത് ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക, റീകോമ്പിനേഷൻ സംഭവിക്കും അല്ലേ. അപ്പോൾ കാരണം അത് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ആഫ്റ്റർ ഫ്യൂ റീകോമ്പിനേഷൻ ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് എ നാരോ വിഡ്ത്ത് ഓഫ് പോസിറ്റീവ് ചാർജ് ഓൺ എൻ സൈഡ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഓഫ് ടി സൈഡ് of the junction is formed. This barrier does not allow further diffusion. The region containing uncompensated acceptor and donor is called depletion region. അപ്പോൾ ആക്ച്വലി എന്താണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക കറക്റ്റായിട്ട്. നമ്മളൊരു പി ടൈപ്പ് മെറ്റീരിയലും ഒരു എൻ ടൈപ്പ് മെറ്റീരിയലും മ്യൂച്വലി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ബാറ്ററി കണക്ട് ചെയ്യാതെ തന്നെ ഒരു റൂം ടെമ്പറേച്ചർ കൊണ്ട് തന്നെ ആക്ച്വലി ഇവിടെ ഒരു ചെറിയ എനർജി ജനറേറ്റ് ചെയ്യും. ഈ എനർജി കാരണം എന്ത് ചെയ്യും, ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ജംഗ്ഷനിലുള്ള ഹോൾസും ഇലക്ട്രോൺസും കമ്പൈൻ ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഫിഗറിൽ ആക്ച്വലി എന്ത് സംഭവിക്കും, ഇവിടെയുള്ള ഹോളും ഇലക്ട്രോണും റീകമ്പൈൻ ആവും, ഹോളും ഇലക്ട്രോണും റീകമ്പൈൻ ആവും, ഹോളും ഇലക്ട്രോണും റീകമ്പൈൻ ആവും. ഒരിക്കലും ഈ ഇമ്മൊബൈൽ അയോൺസിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ല. അപ്പോൾ അത് ഒരിക്കലും റീകമ്പൈൻ ആവില്ല. ഇമ്മൊബൈൽ അല്ല, മൂവിങ് അയോൺസ് ആയ ഇലക്ട്രോൺസും ഹോൾസും ആണ് എപ്പോഴും എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുക. അത് കമ്പൈൻ ചെയ്യാനുള്ള കാരണം എന്താണ്, നമ്മൾ റൂമിലുള്ള ചെറിയൊരു ടെമ്പറേച്ചർ വന്നാൽ തന്നെ ഈ ഒരു കോമ്പിനേഷൻ നടക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, അപ്പോൾ ആദ്യം കമ്പൈൻ ചെയ്യുക ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം, ഈ ഇമ്മീഡിയറ്റ് ജംഗ്ഷനിലുള്ള ഹോൾസും ഇലക്ട്രോൺസും ആണ് ആദ്യം എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുക അല്ലേ. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് പ്രോബബിലിറ്റി ഈ രണ്ട് കോർണറിലുള്ള ഇലക്ട്രോൺസും ഹോൾസും കമ്പൈൻ ചെയ്യാൻ ഉള്ളതിനേക്കാളും പ്രോബബിലിറ്റി ഏതാണ്, ഇത് രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്യാനാണ്. അപ്പോൾ ആദ്യം ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സിലുള്ള ഇലക്ട്രോൺസും ഹോൾസും കമ്പൈൻ ചെയ്യും. അപ്പോൾ കുറച്ച് റീകോമ്പിനേഷൻ ശേഷം എന്ത് സംഭവിക്കും, എ നാരോ വിഡ്ത്ത് ഓഫ് പോസിറ്റീവ് ചാർജ് ഓൺ എൻ സൈഡ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഓഫ് പി സൈഡ്, ദ ജംഗ്ഷൻ ഈസ് ഫോംഡ്. ദിസ് ബാരിയർ ഡസ് നോട്ട് അലോ ഫർദർ ഡിഫ്യൂഷൻ. അപ്പോൾ ഒരു കുറച്ച് റീകോമ്പിനേഷന് ശേഷം എന്ത് സംഭവിക്കും, ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. എന്താണ് ഡിപ്ലീഷൻ റീജിയൻ്റെ പ്രത്യേകത, നിങ്ങളിവിടെ നോക്കിയാൽ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കോമ്പിനേഷൻ നടക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചെറിയൊരു ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ വന്നാൽ തന്നെ ഈ ഒരു പ്രോസസ്സ് നടക്കും. പക്ഷേ അതിന് ചെറിയ സ്ലൈറ്റ് എനർജി ഉണ്ടാവുള്ളൂ. എനർജി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് റീകോമ്പിനേഷൻ റേറ്റ് കൂട്ടാം. അപ്പോൾ ആക്ച്വലി ഒരു സ്പെസിഫിക് റീകോമ്പിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് റീജിയൻ ഫോം ചെയ്യും. ആ റീജിയൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾ നോക്കുക, ആ റീജിയനിൽ എന്ത് മാത്രമേ ഉള്ളൂ,
ആ റീജിയനിൽ ആക്ച്വലി ഇമ്മൊബൈൽ അയോൺസ് മാത്രമേ ഉള്ളൂ. കാരണം ഇമ്മൊബൈൽ അയോണിന് മൂവ് ചെയ്യാനുള്ള മൂവ് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ ഇമ്മൊബൈൽ അയോൺസ് അവിടെ നിലനിൽക്കും. ഹോൾസും ഇലക്ട്രോൺസും മ്യൂച്വലി എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ഏരിയയ്ക്ക് പറയുന്ന പേരാണ് എന്ത്, ഡിപ്ലീഷൻ റീജിയൻ. വളരെ വളരെ ക്ലിയർ ആണ് ഈ പോയിന്റ്. ഓക്കെ, സോ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിൽ നമുക്ക് കുറച്ച് ടെക്നിക്കൽ വേർഡ്സ് പഠിക്കാനുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഡിപ്ലീഷൻ റീജിയൻ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ ബാരിയർ പൊട്ടൻഷ്യൽ. സോ ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ, ഫർദർ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ പ്രിവെൻറ്റഡ് സിൻസ് ദ പൊട്ടൻഷ്യൽ അക്രോസ് ദി ജംഗ്ഷൻ ബാർസ് or prevent movement of the charge carriers across the junction. It is called barrier potential. അപ്പോൾ എന്താണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഓൾറെഡി ഈ ഒരു ഫിഗറിൽ നിന്ന് കാണാം അല്ലേ, ഈ ഒരു ഫിഗറിൽ നിന്ന് ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ കാണാം. ആ ഡിപ്ലീഷൻ റീജിയൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു റീജിയനെ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബാരിയർ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം സിലിക്കണും ജെർമേനിയം വെച്ചിട്ടാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ യൂസ് ചെയ്യുന്ന സിലിക്കൺ ആണെങ്കിൽ ഈ ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 0.7 വോൾട്ട് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ജെർമേനി ആണെങ്കിൽ ഈ ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എത്രയാണ്, 0.3 വോൾട്ട് ആണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ് ഈ പോയിന്റ്. എന്താണ് ബാരിയർ പൊട്ടൻഷ്യൽ? അതായത് ഒരു സ്പെസിഫിക് വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിപ്ലീഷൻ റീജിയനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ജെർമേനി ആണെങ്കിൽ അതിന് കിട്ടേണ്ട മിനിമം വോൾട്ടേജ് 0.7 വോൾട്ടും 0.3 വോൾട്ടും, നമ്മൾ യൂസ് ചെയ്യുന്ന സിലിക്കൺ ആണെങ്കിൽ അതിന് വേണ്ട മിനിമം വോൾട്ടേജ് 0.7 വോൾട്ടും ആണ്. സോ ഈ ഒരു വോൾട്ടേജിനെ നമുക്ക് എന്ത് പറയാം, ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയാം അല്ലേ. അപ്പോൾ നോർമലി നമ്മൾ ഈ ഒരു വോൾട്ടേജ് കൺസിഡർ ചെയ്യുന്നത് 25 ഡിഗ്രി സെൽഷ്യസിലാണ്. ഈ ഒരു കണ്ടീഷൻ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. 25 ഡിഗ്രി സെൽഷ്യസിൽ ആയിരിക്കും ഈ ഒരു കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ വിഡ്ത്ത് ഓഫ് ദി ബാരിയർ. ഒരു ബാരിയറിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ. സോ ദ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഫ്രം വൺ സൈഡ് ഓഫ് ദി ബാരിയർ ടു അതർ സൈഡ് ഈസ് റെഫേർഡ് ആസ് വിഡ്ത്ത് ഓഫ് ദി ബാരിയർ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫിഗറിൽ ഓൾറെഡി ഡിപ്ലീഷൻ റീജിയൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി എന്ത്, ആ ഒരു ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ബാരിയർ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, വിഡ്ത്ത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. യെസ്, അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ദർ ആർ നോ ചാർജ് കാരിയേഴ്സ് നിയർ ബോത്ത് സൈഡ് ഓഫ് ദി ജംഗ്ഷൻ വെർ ചാർജ് കാരിയേഴ്സ് ആർ ഡിപ്ലീഷൻ ഡ്യൂ ടു റീകോമ്പിനേഷൻ. ദിസ് റീജിയൻ ഈസ് കോൾഡ് ഡിപ്ലീഷൻ റീജിയൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിപ്ലീഷൻ റീജിയൻ എന്താണെന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്താണ്, അതുപോലെ വിഡ്ത്ത് എന്താണ് എന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് പിടികിട്ടിയിട്ടുണ്ടാവും. യെസ്, ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞത് എങ്ങനെയാണ് ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്തത് അല്ലേ. ആ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യാനുള്ള റീസൺ എന്താണ്, ഏതൊക്കെ കോൺസെപ്റ്റിലാണ് ഡിപ്ലീഷൻ റീജിയൻ, അല്ലെങ്കിൽ ആ ഡിപ്ലീഷൻ റീജിയനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ട ബാരിയർ പൊട്ടൻഷ്യൽ എത്രയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. വാട്ട് ഈസ് മീൻ ബൈ ഫോർവേഡ് ബയാസ്? ഒരു ഡയോഡിൻ്റെ ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ഒരു ഡയോഡിൻ്റെ റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ +2 ലെവലിലൊക്കെ ഡയോഡ് സർക്യൂട്ട് പഠിച്ചിട്ടുണ്ട്. ഡയോഡിൻ്റെ സിമ്പൽ ഓൾറെഡി നമുക്കറിയാം അല്ലേ. ഇങ്ങനെയാണ് ആക്ച്വലി നമ്മളൊരു ഡയോഡിൻ്റെ സിമ്പൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാനൊരു ഫോർവേഡ് ബയാസും ഒരു റിവേഴ്സ് ബയാസും ആക്ച്വലി പറയുകയാണ്. അപ്പോൾ ഞാനൊരു ഫോർവേഡ് ബയാസാണ് എടുക്കുന്നതെങ്കിൽ ഇത് ഡയോഡിൻ്റെ പോസിറ്റീവാണ് അല്ലെങ്കിൽ ആനോഡാണ്, ഇത് ഡയോഡിൻ്റെ നെഗറ്റീവാണ് അല്ലെങ്കിൽ കാത്തോഡാണ് അല്ലേ. അപ്പോൾ ഡയോഡിൻ്റെ പോസിറ്റീവ് ഞാനൊരു ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിനെ നമുക്ക് എന്ത് പറയാം, ഫോർവേഡ് ബയാസ് എന്ന് പറയാം. നേരെ തിരിച്ച് ഞാൻ ഈ ഒരു ഡയോഡിൻ്റെ പോസിറ്റീവിനെ ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷനെ നമുക്ക് എന്ത് പറയാം, റിവേഴ്സ് ബയാസ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഫോർവേഡ് ബയാസ്? ഞാനൊരു ഡയോഡ് എടുത്തു അല്ലെങ്കിൽ ഒരു പി എൻ ജംഗ്ഷൻ എടുത്തു. ആ പി എൻ ജംഗ്ഷൻ്റെ പി എന്നുള്ളത് പോസിറ്റീവിലേക്കും എൻ എന്നുള്ളത് നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്തതെങ്കിൽ അതെന്താണ്, ഫോർവേഡ് ബയാസ്. നേരെ തിരിച്ചാണ് കണക്ട് ചെയ്തെങ്കിലോ റിവേഴ്സ് ബയാസ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും ഇനി ഈ ഒരു ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും പറയുമ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്നത് നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ കണ്ട ഈ ഒരു ഫിഗറിൻ്റെ ബേസിലാണ് ഞാൻ എല്ലാ ഓപ്പറേഷൻസും പറയുന്നത്. അപ്പോൾ ഓക്കെ,
അപ്പോൾ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഈ ഒരു റീജിയൻ്റെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് നിങ്ങളുടെ മൈൻഡിലുണ്ടായിക്കോട്ടെ. ഇതിൻ്റെ ബേസിലാണ് ഞാൻ എന്ത് പറയുന്നത്, എന്താണ് ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മളൊരു PN ജംഗ്ഷൻ ഡയോഡ് എടുക്കുകയാണെങ്കിൽ P ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ ഒരു ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും N ടൈപ്പ് മെറ്റീരിയൽ ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റീജിയൻ ഓഫ് ഓപ്പറേഷൻ നമുക്ക് എന്ത് പറയാം, ദിസ് ഇസ് കോൾഡ് ഫോർവേഡ് ബയാസ് റീജിയൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്കറിയാം. ഓൾറെഡി നമുക്കൊരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ച് നമുക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഒരു സപ്പോസ് ഒരു ബാറ്ററി കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താവും സംഭവിക്കുക, ബാറ്ററി ഇതുപോലെയാണ് കണക്ട് ചെയ്തതെങ്കിൽ ആക്ച്വലി പോസിറ്റീവാണ് പിയിലേക്ക് കണക്ട് ചെയ്തത്, നെഗറ്റീവാണ് എന്നിലേക്ക് കണക്ട് ചെയ്തത്. അപ്പം നമ്മൾ മെജോറിറ്റി കാരിയേഴ്സിൻ്റെ ബേസിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ടെർമിനൽ ഹോൾസിന് കറസ്പോണ്ടിങ് ആയിട്ടും നെഗറ്റീവ് ടെർമിനൽ ഇലക്ട്രോൺസിന് കറസ്പോണ്ടിങ് ആയിട്ടുമാണ് നമ്മൾ കണക്ട് ചെയ്തത്. അതിൻ്റെ മീനിങ് എന്താ, ഓട്ടോമാറ്റിക്കലി സെയിം ചാർജസ് ആണ്. സെയിം ചാർജ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അത് റിപ്പൽ ചെയ്യാൻ ശ്രമിക്കും അല്ലേ. കാരണം പോസിറ്റീവും അല്ലേ, റിപ്പൽ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള ഹോൾസും ഇലക്ട്രോൺസും ഒക്കെ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക, P ടൈപ്പിലെ ഹോൾസ് എല്ലാം ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. N ടൈപ്പിലെ ഇലക്ട്രോൺസ് എല്ലാം ഡിപ്ലീഷൻ റീജിയൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക, ഒരു ലോങ് ഫോഴ്സ് ഈ ഡിപ്ലീഷൻ റീജിയന് സംഭവിക്കും. അപ്പോൾ 0.7 വോൾട്ടിൻ്റെ മേലെ എപ്പോഴാണോ വോൾട്ടേജ് വരുന്നത് ഓട്ടോമാറ്റിക്കലി ഡിപ്ലീഷൻ റീജിയൻ ബ്രേക്ക് ചെയ്തിട്ട് ഇലക്ട്രോൺസും ഹോൾസും റീകമ്പൈൻ ചെയ്യും, അങ്ങനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതാണ് ആക്ച്വലി ഫോർവേഡ് ബയസിൽ സംഭവിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ട ഒരു ഡിപ്ലീഷൻ റീജിയൻ ഇല്ലേ, ഈ ഡിപ്ലീഷൻ റീജിയനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ട ഈ ഫിഗറിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ്റെ പ്രത്യേകത എന്താ, സൈസ് കുറഞ്ഞു. എങ്ങനെ സൈസ് കുറഞ്ഞു, കാരണം ഇലക്ട്രോൺസും ഹോൾസും ഡിപ്ലീഷൻ റീജിയൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നതോറും ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് കുറഞ്ഞ് ഒരു മൊമെൻറ്റിൽ ഡിപ്ലീഷൻ റീജിയൻ എന്താവും, ബ്രേക്ക് ആവും. അപ്പോൾ നമുക്കിത് വേർഡ്സ് ആയിട്ട് പറയാം അല്ലേ. സപ്പോസ് ഇഫ് വി കണക്ട് എ ബാറ്ററി ടു ദി PN ജംഗ്ഷൻ ഡയോഡ് സച്ച് ദാറ്റ് the positive terminal of the battery is connected to P side and negative terminal of the battery is connected to N side, the PN junction is said to be forward biased. നമുക്കറിയാം അല്ലേ. So when the PN junction is forward biased, holes repelled from the positive terminal of the battery and compelled to move towards the junction, electrons are repelled from negative terminal of the battery and drift towards the junction. Because of their acquired energy, some of the holes and free electrons penetrate through depletion region. This reduces the potential barrier. അപ്പോൾ ഇതാണ് ആക്ച്വലി സംഭവിച്ചത്. നമുക്കുള്ള ഒരു പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ വിഡ്ത്ത് ക്രമാതീതമായി കുറഞ്ഞ് ഒരു മൊമെൻറ്റിൽ എന്ത് ചെയ്യും, ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്ന ഏരിയ ബ്രേക്ക് ആവും. ഇതിനാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്, ഫോർവേഡ് ബയാസ്ഡ് റീജിയൻ എന്ന് പറയുന്നത്. നോർമലി അല്ലേ, ഒരു ഡയോഡിനെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തതിന് ഇക്വാലൻ്റ് ആണിത് അല്ലേ. ഒരു ഡയോഡിനെ നമ്മൾ ബേസിക്കലി ഡയോഡിൻ്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും ഡയോഡിൻ്റെ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തതിൻ്റെ ഇക്വാലൻ്റ് റിസൾട്ടാണ് ഈ ഫോർവേഡ് ബയാസ് കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലേ. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു കണ്ടീഷൻ നമ്മളിപ്പോൾ പറഞ്ഞു, ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് കുറഞ്ഞ് വരും അല്ലേ. യെസ്, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ റിവേഴ്സ് ബയാസ്. അപ്പോൾ റിവേഴ്സ് ബയാസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മളൊരു ഡയോഡ് എടുക്കുകയാണ്, ആ ഒരു ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും നെഗറ്റീവ് ടെർമിനൽ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഓഫ് ഓപ്പറേഷനെ നമുക്ക് എന്ത് പറയാം, റിവേഴ്സ് ബയാസ് കണ്ടീഷൻ എന്ന് പറയാം. കണ്ടീഷൻ മനസ്സിലായല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും സംഭവിക്കുക ഈ ഒരു കോൺസെപ്റ്റിൽ, നമുക്ക് ഓൾറെഡി ഉള്ളൊരു ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് നമുക്കറിയാലോ. നമ്മൾ ഓൾറെഡി പഠിച്ച ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് എങ്ങനെയായിരുന്നു, നമ്മൾ ഓൾറെഡി പഠിച്ച ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസിൽ ആക്ച്വലി നിങ്ങൾ എത്ര ലെയേഴ്സ് ഉണ്ട് നോക്കുക. നമ്മളിപ്പോൾ പഠിച്ച 2 ലെയേഴ്സാണ്. അപ്പോൾ ഈ 2 ലെയറുള്ള ഇലക്ട്രോൺസും ഹോൾസും ഒറ്റ ലെയറായിട്ട് മാറി ഫോർവേഡ് ബയാസിൽ അല്ലേ. റിവേഴ്സ് ബയാസിൽ എന്താ സംഭവിച്ചത് നിങ്ങൾ നോക്കുക. നമ്മൾ ബാറ്ററി ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാണല്ലോ കണക്ട് ചെയ്തത്. സോ ബാറ്ററി ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയതുകൊണ്ട് തന്നെ എന്താവും സംഭവിക്കുക, ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് കൂടി വരും അല്ലേ. ഇതല്ല ആക്ച്വലി സംഭവിക്കുക. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആണ്. സപ്പോസ് ഇഫ് വി കണക്ട് എ ബാറ്ററി ടു ദ PN ജംഗ്ഷൻ ഡയോഡ് സച്ച് ദാറ്റ് the positive terminal of the battery is connected to N side, negative terminal of the battery is connected to P side, and the PN junction is said to be reverse biased. Yes. So when the PN junction is reverse biased, holes from the P region attracted towards the negative terminal of the battery and electrons from the N region are attracted to the പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി അല്ലേ. ഇതെല്ലാം സംഭവിക്കുക എങ്ങനെയാണ്, ഈ റിപ്പൽ അട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, കാരണം നെഗറ്റീവാണ് നമ്മൾ പിയിലേക്ക് കണക്ട് ചെയ്യുന്നത്.
പോസിറ്റീവാണ് നമ്മൾ എന്നിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ചാർജസ് ആയതുകൊണ്ട് ഡിപ്ലീഷൻ റീജിയൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യേണ്ടതിന് പകരം ഇലക്ട്രോൺസും ഹോൾസും എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ബാറ്ററിയുടെ അടുത്തേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വിഡ്ത്ത് കൂടി വരും അല്ലേ? ഇങ്ങനെയല്ല ആക്ച്വലി സംഭവിക്കുക. ദ മെജോറിറ്റി കാരിയേഴ്സ് ഡ്രോൺ എവേ ഫ്രം ദി ജംഗ്ഷൻ, ദിസ് ഇൻക്രീസസ് ദി പൊട്ടൻഷ്യൽ ബാരിയർ. ഇതാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ തിയറി. ഓക്കെ, സോ there is a current flow due to minority carriers and the current is called reverse saturation current. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ഒരു കണ്ടീഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ബേസിക്കലി റിവേഴ്സ് ബയാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ചിലപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കാം? അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ നോക്കല്ലേ, ഫിഗർ ഓൾറെഡി റിവേഴ്സ് ബയാസിൻ്റെ ഫിഗർ വേറെ ആയിരുന്നു. മേ ബി നമുക്കിവിടെ ഓൾറെഡി മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ട് അല്ലേ? അതായത് പി ടൈപ്പിൽ മൈനോറിറ്റി കാരിയേഴ്സായ ഇലക്ട്രോൺസ് ഉണ്ട്, എൻ ടൈപ്പിൽ മൈനോറിറ്റി കാരിയേഴ്സായ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, നമ്മൾ ഈ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഈ ഒരു മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ കണ്ടീഷൻ? മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്, പിക്ക് ഓപ്പോസിറ്റാണ് ഇവിടെയുള്ള മൈനോറിറ്റി കാരിയർ, എന്നിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടുത്തെ മൈനോറിറ്റി കാരിയർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൈനോറിറ്റി കാരിയേഴ്സ് ഡിപ്ലീഷൻ റീജിയൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും, മെജോറിറ്റി കാരിയേഴ്സ് ബാറ്ററി ടെർമിനലിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഈ മൈനോറിറ്റി കാരിയർ കൊണ്ട് ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും. ഈ കറണ്ടിനെ നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് കോൾഡ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ദ കറണ്ട് ഈസ് വെരി സ്മോൾ ആസ് കമ്പയർ ടു മൈനോറിറ്റി കാരിയേഴ്സ്. മെജോറിറ്റി കാരിയേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൈനോറിറ്റി കാരിയറിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടീഷൻസ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എങ്ങനെയാണ് ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ആ പി എൻ ജംഗ്ഷൻ്റെ ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് കൂടുന്നത്, എങ്ങനെയാണ് ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് കുറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെറിയൊരു കോൺസെപ്റ്റ് കൂടി ഡിസ്കസ് ചെയ്യേണ്ടത്, വാട്ട് ഈസ് മീൻ ബൈ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു റിവേഴ്സ് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത് എങ്ങനെയാണ്. വി ഹാവ് സീൻ ദാറ്റ് ദ പി എൻ ജംഗ്ഷൻ അലോസ് എ വെരി സ്മോൾ കറണ്ട് ടു ഫ്ലോ വെൻ ഇറ്റ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്. ദിസ് കറണ്ട് ഈസ് ഡ്യൂ ടു ദി മൂവ്മെൻറ്റ് ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ? സോ it is almost independent of the voltage applied. However, the reverse voltage is made too high. The current through the PN junction increases abruptly. The voltage at the phenomenon is called breakdown. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു റിവേഴ്സ് ബയാസ് കണ്ടീഷനാണ് പറയുന്നതെങ്കിൽ മൈനോറിറ്റി കാരിയർ കൊണ്ട് വളരെ ചെറിയൊരു കറണ്ട് ഫ്ലോ എനിക്ക് വരുന്നുണ്ട്. പക്ഷേ ഒരു സ്പെസിഫിക് പോയിന്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ കറണ്ട് നടന്ന് വളരെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും, റിവേഴ്സ് കറണ്ട്. ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. അപ്പോൾ എപ്പോഴാണ് ബ്രേക്ക് ഡൗൺ ഉണ്ടാവുക? വളരെ ഹെവി ആയിട്ടുള്ളൊരു നെഗറ്റീവ് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഡയോഡിന് സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുക? റിവേഴ്സ് ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? യെസ്. സോ എന്താണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാരണം? എന്താണ്? നമ്മളെ സെമി കണ്ടക്ടേഴ്സിലെ മൈനോറിറ്റി കാരിയേഴ്സ് കാരണമാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് അല്ലേ? റിവേഴ്സ് ബ്രേക്ക് ഡൗൺ. There are two processes which can be cause the junction breakdown. രണ്ട് രീതിയിലുള്ള റിവേഴ്സ് ബ്രേക്ക് ഡൗൺ നമുക്ക് പോസിബിൾ ആണ്. ഒന്നാണ് സെനർ ബ്രേക്ക് ഡൗൺ, ഒന്നാണ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ. അതെന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെനർ ബ്രേക്ക് ഡൗണും അവലാഞ്ചെ ബ്രേക്ക് ഡൗണും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 7 പോയിന്റുകൾ പറയുന്നുണ്ട്. അയണൈസേഷൻ്റെ ബേസിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത് കൊളീഷൻ കാരണമാണ്. സെനർ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത് റപ്ചർ ഓഫ് കോവാലന്റ് ബോണ്ടാണ്. അപ്പോൾ കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും കൊളീഷൻ കാരണമാണ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാകുന്നത്. അതുപോലെ കോവാലന്റ് ബോണ്ടിൻ്റെ റപ്ചറിങ് ആണ് എന്തുണ്ടാക്കുന്നത്? സെനർ ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് കോവാലന്റ് ബോണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ കൊളീഷനാണ് അവലാഞ്ചെ ബ്രേക്ക് ഡൗണിൻ്റെ റീസൺ, റപ്ചർ ഓഫ് കോവാലന്റ് ബോണ്ടാണ് സെനർ ബ്രേക്ക് ഡൗണിൻ്റെ റീസൺ. ജംഗ്ഷൻ, ഈ ഒരു അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഇമ്മീഡിയറ്റ് ജംഗ്ഷൻ എന്ത് സംഭവിക്കും? ജംഗ്ഷൻ ഡെസ്ട്രോയ് ചെയ്യും. അവലാഞ്ചെ ബ്രേക്ക് ഡൗണിൻ്റെ കേസിൽ, സെനർ ബ്രേക്ക് ഡൗണിൻ്റെ കേസിൽ നോട്ട് ഡെസ്ട്രോയ് ചെയ്യില്ല അല്ലേ? മൂന്നാമത്തെ പോയിന്റ് നോക്കുക, ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ ഒരു വീക്ക് ഇലക്ട്രിക് ഫീൽഡാണ് അവലാഞ്ചെ ബ്രേക്ക് ഡൗണിൽ ജനറേറ്റ് ചെയ്യുക, ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡാണ് സെനർ ബ്രേക്ക് ഡൗണിൽ ജനറേറ്റ് ചെയ്യുക. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് നാലാമത്തെ പോയിന്റ്. അവലാഞ്ചെ ബ്രേക്ക് ഡൗണിൽ എ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ ജനറേറ്റഡ്. ഒരു ഇലക്ട്രോൺ ഹോൾ പെയറാണ് ജനറേറ്റ് ചെയ്യുന്നത്, അതാണ് കൊളീഷന് കാരണമാവുന്നത് അല്ലേ? പക്ഷേ സെനർ ബ്രേക്ക് ഡൗണിൽ ഉണ്ടാകുന്നത് ഇലക്ട്രോൺസ് ആണ് ആക്ച്വലി. ടെമ്പറേച്ചർ കോയിഫിഷ്യൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവലാഞ്ചെ ബ്രേക്ക് ഡൗണിൽ പോസിറ്റീവാണ്, സെനർ ബ്രേക്ക് ഡൗണിൽ നെഗറ്റീവാണ്. ആ പോയിന്റ് അടുത്തതിൽ പറയുന്നുണ്ട് എന്താണ് ഈ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഏത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡയറക്ട്ലി വോൾട്ടേജിന് പ്രൊപ്പോർഷണലാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അതെന്താണ്? സെനർ ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഒന്നുമില്ല, വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച്, റിവേഴ്സ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ ഇത് സെനർ ബ്രേക്ക് ഡൗൺ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഈ റിവേഴ്സ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച്
ടെമ്പറേച്ചറും കൂടുകയാണെങ്കിൽ ഇതിനെ നമുക്ക് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് ആക്ച്വലി അവലാഞ്ച് ബ്രേക്ക് ഡൗണിലുള്ളത്. ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് സെനർ ബ്രേക്ക് ഡൗണിലുള്ളത്. അപ്പോൾ വളരെ ക്ലിയർ ആണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്. 25 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കൂടി അവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ അല്ലേ. സെനർ ബ്രേക്ക് ഡൗണിൽ അത് എന്ത് ചെയ്തു, കുറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഡോപ്പിംഗ് ലെവലാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ അതിൻ്റെ ഡോപ്പിംഗ് ലെവൽ ലോ ആണ്. സെനർ ബ്രേക്ക് ഡൗണിൻ്റെ കേസിൽ ആ ഡോപ്പിംഗ് ലെവൽ ഹെവിയാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്ത് വയ്ക്കുക, വാട്ട് ഈസ് മീൻ ബൈ ബ്രേക്ക് ഡൗൺ. അപ്പോൾ നമ്മൾ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഒരു ഹെവി വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ കറണ്ട് ഗ്രാജ്വലി അബ്രപ്റ്റ് ചെയ്യുന്നൊരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ബ്രേക്ക് ഡൗൺ. രണ്ട് രീതിയിലുള്ള ബ്രേക്ക് ഡൗൺ, സെനറും അവലാഞ്ചിയും, രണ്ടും നമ്മൾ ഡിഫറൻസ് ഞാനിപ്പോൾ പറഞ്ഞു. നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ജംഗ്ഷൻ തിയറിയിൽ പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് ഡയോഡിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളിലേക്ക് പോകാം. ഡയോഡിൻ്റെ സിമ്പിൾ വെച്ചിട്ടുള്ള സർക്യൂട്ട്സാണ് ഞാൻ അടുത്ത വീഡിയോ ലെക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.